സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ വലിയവനായ ദൈവം നമ്മെ ഭദ്രമായി കാത്തു പരിപാലിച്ചുവല്ലോ. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണർന്നെഴുന്നേൽപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി ഒരു വേദഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 4-ാം സങ്കീർത്തനം 7-ാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുകയാണ്, എനിക്ക് ഹൃദയത്തിലുള്ളതായ സന്തോഷമാണ് ഏറ്റവും വലിയ ആവശ്യം. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തെക്കാൾ ഉപരിയായി എനിക്ക് ദൈവം നൽകുന്നത് ഹൃദയത്തിലുള്ളതായ സന്തോഷമാണ്. 2 നിലകളിലുള്ളതായ സന്തോഷമുണ്ട്. അത് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതായ സന്തോഷവും, രണ്ടാമത്തേത് ഹൃദയത്തിൽ ലഭിക്കുന്നതായ സന്തോഷവുമാണ്. എന്നാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതായ സന്തോഷം ധാന്യവും വീഞ്ഞും കുറഞ്ഞു വരുമ്പോൾ സങ്കടമായിട്ട് മാറുന്നു. എന്നാൽ ഹൃദയത്തിലുണ്ടാകുന്നതായ സന്തോഷം ഇവയേക്കാൾ അധികമായ സന്തോഷമാണ്. അത് നിലനിൽക്കുന്നതായ സന്തോഷമാണ്. ഇന്ന് ലോകത്തിൽ സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം അമ്യൂസ്മെന്റ് പാർക്കുകൾ തന്നെ ഉണ്ട്. മാനസികോല്ലാസത്തിന് വേണ്ടി ധാരാളം റൈഡുകൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ താൽക്കാലികമായ സന്തോഷത്തിനും ഉല്ലാസത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ കാര്യങ്ങളാണ്. മനസ്സിൻ്റെ ടെൻഷൻ കുറയ്ക്കാനും സങ്കടം മാറ്റാനും ഒക്കെയായി ആളുകൾ അവിടേക്ക് പോകാറുണ്ട്. എന്നാൽ ഇതെല്ലാം അല്പചില നിമിഷങ്ങളിലേക്കുള്ള സന്തോഷം മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലർ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. ധാരാളം സമ്പത്ത് വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടാകുന്നു. എന്നാൽ ആ സമ്പത്തെല്ലാം നഷ്ടം വരുമ്പോൾ അവരുടെ ജീവിതം ഏറ്റവും വലിയ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നു. മറ്റു ചിലർ മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും സന്തോഷം കണ്ടെത്തുന്നവരായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണെന്നും അവരുടെ സന്തോഷമെല്ലാം മാറി പിന്നീട് അവരുടെ ജീവിതം നിരാശാപൂർണമായി തീരുമെന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോഴുണ്ടാകുന്നതായ സന്തോഷം താൽക്കാലികമാണെന്നും അത് പിൽക്കാലത്ത് വലിയ നിരാശയിലേക്ക് വഴിമാറുന്നതാണെന്നും അത്രേ. എന്നാൽ ഹൃദയത്തിലുണ്ടാകുന്നതായ സന്തോഷം സ്ഥിരമായി നിൽക്കുന്നതായ സന്തോഷമാണ്. നിരാശയുടെ മധ്യത്തിലുള്ളതായ സന്തോഷമാണ്. കഷ്ടതയുടെ മധ്യത്തിലും രോഗത്തിലും ക്ഷീണത്തിലും ഒക്കെ അനുഭവിക്കുന്നതായ സന്തോഷമാണ് ഹൃദയത്തിലെ സന്തോഷം. അതേ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8 മുതലുള്ളതായ വാക്യങ്ങൾ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതെല്ലാം ആരെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നതാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളതായ വാക്കുകളാണ്. ആര് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവരുടെ ഹൃദയത്തിലാണ് ഈ വലിയ സന്തോഷം ലഭിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ വല്ലാത്ത നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ താങ്കൾ വളരെയധികം ഉപദ്രവം നേരിടുന്ന വ്യക്തിയായിരിക്കാം. വളരെ പ്രയാസത്തിലൂടെ, സങ്കടത്തിലൂടെ, കഷ്ടതയിലൂടെ ഒക്കെ കടന്നു പോയിട്ട് നിരാശ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശ മാറ്റുവാനും നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുവാനും നിങ്ങൾക്ക് സമാധാനം നൽകുവാനും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്കൊന്നും സാധ്യമല്ല. എന്നാൽ വലിയവനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന നിത്യമായ രക്ഷ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്വർഗീയമായ സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നത് നമ്മിലുള്ളതായ പാപമാണ്. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് പാപക്ഷമ ലഭിക്കുവാനും ദൈവത്തിൻ്റെ വകയായി തീരുവാനും നിത്യമായ സന്തോഷം ഹൃദയത്തിൽ ലഭിക്കുവാനും ഇടയായിത്തീരും.
അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ഇന്ന് രാവിലെ ഈ വചനത്തെ ശ്രദ്ധിച്ച് ആരെങ്കിലും നിരാശയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിച്ച് സന്തോഷം അനുഭവിക്കുന്നതായി തീരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ചാട്ടെ. അവിടെ അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. സ്നേഹം മതി എനിക്ക്.